നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൃദയപൂർവ്വം ലോക കളക്ഷൻ സംബന്ധിച്ച ചില വിവരങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ 1-2 അപ്ഡേറ്റുകൾ കൂടി പറയുന്നുണ്ട്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ സബ് ചെയ്യുക, സപ്പോർട്ട് തരിക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് അത്യാവശ്യമാണ്. അതുകൊണ്ട് സബ് ചെയ്യാൻ മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി ദയവായി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹൃദയപൂർവ്വം എന്ന സിനിമ ലോക എന്ന ഓളത്തിനിടയിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്തി പോകുന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ കുടുംബ പ്രേക്ഷകരുടെ വലിയ പിന്തുണ ഈ ചിത്രത്തിന് നിലവിലുള്ളത് കൊണ്ടാണ് ഈ ചിത്രം ഈ ലോകയുടെ ഈ തരംഗത്തിനിടയിലും മുന്നോട്ട് പോകുന്നത്. ആദ്യ ദിവസം 3.25 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ഈ ചിത്രം രണ്ടാം ദിവസം 2.21 കോടി, മൂന്നാം ദിനം 2.5 കോടി രൂപയും, നാലാം ദിനം 3.25 കോടി രൂപയും, അഞ്ചാം ദിനം 2.04 കോടി രൂപയും, ആറാം ദിവസം 1.92 കോടി കുറയുകയും ഏഴാമത്തെ ദിവസം 1.92 കോടി തന്നെ തുടരുകയും എട്ടാം ദിവസം ഉത്രാടം നാൾ ഈ ചിത്രം 2.15 കോടി ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. ഈ 8 ദിവസത്തെ കളക്ഷൻ മാത്രം ഏതാണ്ട് 19.50 കോടി വരും. ഇന്നത്തെ കളക്ഷൻ കൂടി ചേർക്കുന്നതോടെ ഏകദേശം 22-23 കോടി റേഞ്ചിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ BMSൽ ഹൃദയപൂർവ്വം എന്ന ചിത്രം മണിക്കൂറിൽ 9,000 ടിക്കറ്റുകൾ വരെ വിറ്റു പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പോണ ദിനമായ ഇന്നത്തെ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് കൂടി പുറത്തു വരുന്നതോടെ ഹൃദയപൂർവ്വം മിക്കവാറും 50 കോടി ക്ലബിൽ പ്രവേശിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് ഈ ചിത്രത്തിനുണ്ട് എന്നത് തന്നെയാണ് ഈ കളക്ഷൻ ഡീറ്റെയിൽസ് ഈ ലോകക്കിടയിലെയും ഈ ലോകയുടെ ഈ തരംഗത്തിനിടയിലെയും ഈ സ്റ്റഡി കളക്ഷൻ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോക എന്ന ചിത്രം നിലവിൽ 250 സ്ക്രീനുകളിലായിരുന്നു കേരളത്തിൽ പ്രദർശനം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 150 സ്ക്രീൻ കൂടി ആഡ് ചെയ്ത് 500 സ്ക്രീനിലായിരിക്കുന്നു. കേരളത്തിൽ വലിയൊരു തരംഗമാണ് നിലവിൽ ലോക എന്ന ചിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 500 സ്ക്രീനുകൾ ആകുന്നതോടുകൂടി കളക്ഷനിലും വലിയൊരു ജമ്പാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അമൽ നീരദിന്റെ പുതിയ ചിത്രം ഷൈൻ ടോം ചാക്കോ, നസ്ലൻ, ശ്രീനാഥ് ബാസി എന്നിവരെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഈ മാസം 20-ാം തീയതി ഷൂട്ടിംഗ് ആരംഭിക്കും. വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമക്കായി കാത്തിരിക്കുന്നത്. ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഈ മാസം 22-ാം തീയതിയോടുകൂടി ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് അണിയർ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. തൊടുപുഴയാണ് ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയുന്നു, സബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സിനിമാ സംബന്ധമായ കൂടുതൽ അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.